നമ്മളിനി നെക്സ്റ്റ് നോക്കുന്നത് ട്യൂറിംഗ് മെഷീൻ ആസ് എ ട്രാൻസ്ഡ്യൂസർ ആണ്. വാട്ട് ഡു യു മീൻ ബൈ ട്രാൻസ്ഡ്യൂസർ? ഫോർ വാട്ട്സ് എവർ ഇൻപുട്ട് വി ഗിവ് വീൽ ഹാവ് ടു റിസീവ് എ സർട്ടൺ ഔട്ട്പുട്ട്. അതായത് ഇപ്പം എനിക്കൊരു ഇൻപുട്ട് ടേപ്പ് ഉണ്ടല്ലേ, അപ്പോൾ ഇതിനകത്ത് എൻ്റെ ഒരു ഇൻപുട്ട് കിടപ്പുണ്ടാവും. സോ ഐ എം ലെറ്റിംഗ് ഇറ്റ് ത്രൂ സർട്ടൺ കമ്പ്യൂട്ടേഷൻസ് ആൻഡ് അറ്റ് ദി എൻഡ് മൈ ഔട്ട്പുട്ട് വിൽ ബി ഓൾസോ പ്രസൻറ്റ് ഇൻ ദ സെയിം ടേപ്പ്. ഈ ഒരു എന്താണ് പറയുന്നത് ഐഡിയ വെച്ചിട്ടായിരിക്കും നമ്മൾ ട്യൂറിംഗ് മെഷീൻ ആസ് എ ട്രാൻസ്ഡ്യൂസറിൻ്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത്. സോ ലെറ്റ് us take the first question, that is design a Turing machine to to compute 1's complement. What is 1's complement? Let's take an example 1011. അതിൻ്റെ 1's complement എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ 1നെ ഞാൻ 0 വെച്ച് റീപ്ലേസ് ചെയ്യുവാണ്, 0നെ 1 വെച്ച് റീപ്ലേസ് ചെയ്യാണ്, റൈറ്റ്? ദാറ്റ് മീൻസ് if I'm having my input tape, okay, എൻ്റെ ബ്ലാങ്ക് സിമ്പിൾ 1 0 1 1, I'm having my blank symbol. What should I do first? I'm having a state Q0, right? എനിക്കിപ്പോൾ 1 വന്നു കഴിഞ്ഞാൽ അത് 0 വെച്ച് റീപ്ലേസ് ചെയ്യണം. ദെൻ ഐ ഷുഡ് മൂവ് ടു മൈ റൈറ്റ്. 0 ആണ് ബിഗിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ 1 വെച്ച് റീപ്ലേസ് ചെയ്യണം. ഇറ്റ് ഷുഡ് മൂവ് ടു ദ റൈറ്റ്. ഇങ്ങനെ ഈ സിമിലർ വേയിൽ വാട്ട്സ് എവർ 1 ഇസ് ദെയർ ഇറ്റ് വിൽ ബി റീപ്ലേസ്ഡ് ബൈ 0. വാട്ട്സ് എവർ 0 ഇസ് ദെയർ ഇറ്റ് വിൽ ബി റീപ്ലേസ്ഡ് ബൈ 1. ആൻഡ് ഫൈനലി we will reach our blank symbol. ഓക്കെ, ഇവിടെ എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞേച്ചിനി എന്നതാ ബ്ലാങ്ക് സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ റീപ്ലേസ് ഇറ്റ് ബൈ ബ്ലാങ്ക് സിമ്പിൾ ആൻഡ് ഗോ ടു ദ ലെഫ്റ്റ്. Again I am giving a state Q1. If there are any ones, replace it with 1 itself, and zeros ഉണ്ടെങ്കിൽ 0 വെച്ച് തന്നെ റീപ്ലേസ് ചെയ്യുക, ലെഫ്റ്റിലോട്ട് പോവുക until I reach my this one, right? അപ്പം ഞാൻ ടു ആൻഡ് ഫ്രോ ഒന്ന് ചെക്ക് ചെയ്യുവാണ്. ദാറ്റ് ഈസ് വാട്ട്സ് എവർ ഐ എം ഗെറ്റിംഗ് ഹിയർ. അതായത് എൻ്റെ പോയിൻറ്റർ ഇവിടെ പോയി, എഗെയിൻ എൻ്റെ പോയിൻറ്റർ ഞാൻ ഇവിടെ വരെ കൊണ്ടാക്കുവാണ്. ആൻഡ് നൗ ഇനീഷ്യലി നമ്മൾ ഇൻപുട്ട് വെച്ചാണ്, നമ്മളുടെ ഇൻപുട്ട് ടേപ്പിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പം എന്താണ് ഇതിനകത്തുള്ളത്? എൻ്റെ ഔട്ട്പുട്ടാണ്. ദാറ്റ് മീൻസ് ഞാൻ ആ കൊടുത്ത സ്ട്രിങ്ങിൻ്റെ 1's കോംപ്ലിമെൻ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, റൈറ്റ്? അപ്പം ബ്ലാങ്ക് സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്ലാങ്ക് സ്പേസിനെ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് തന്നെ റീപ്ലേസ് ചെയ്ത് മൂവ് ടു ദ റൈറ്റ് Q2. അതായത് ഇവിടെ ഇപ്പോൾ ചെയ്തത് എൻ്റെ 1's കോംപ്ലിമെൻറ്റ് എടുക്കുകയും ചെയ്തു, അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ പോയിൻറ്റിനെ സ്ട്രെയിറ്റ് ടു മൈ ഫസ്റ്റ് സെല്ലിലോട്ട് കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു 1's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുന്നത്. നമ്മളിനി നെക്സ്റ്റ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഒരു ട്യൂറിംഗ് മെഷീൻ ഫോർ എ ഫംഗ്ഷൻ എക്സ് പ്ലസ് വൈ ആണ്. സോ അങ്ങനെ ഇപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ എക്സ് പ്ലസ് വൈ അല്ലെങ്കിൽ എക്സ് കോമ വൈ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ്ലി വാട്ട് വി നീഡ് ടു ഡു ഇസ് ദാറ്റ് ഇൻ ആർ ഇൻപുട്ട് ടേപ്പ് വി നീഡ് ടു ഹാവ്, ഇപ്പം ഇവിടെ ഒരു പ്ലസ് ആണ് കൊടുത്തേക്കുന്നത്. ഇൻ മൈ ഇൻപുട്ട് ടേപ്പ് ഐ നീഡ് ടു ഹാവ് മൈ ഫസ്റ്റ് നമ്പർ ആൻഡ് ദെൻ ഐ ഷുഡ് സെപ്പറേറ്റ് മൈ സെക്കൻഡ് നമ്പർ ഫ്രം മൈ ഫസ്റ്റ് നമ്പർ വിത്ത് എ 0. സോ ഇങ്ങനെ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കണം എൻ്റെ ഇൻപുട്ട് ടേപ്പിൽ കൊടുക്കേണ്ടത്. ആൻഡ് ഹൗ ഡു ഐ ഫൈൻഡ് ദ സം? ഞാൻ ഈ ഒരു 0നെ ഞാൻ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യും? ഞാൻ 1 വെച്ച് റീപ്ലേസ് ചെയ്യും. ആൻഡ് എൻ്റെ സെക്കൻഡ് നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റിനെ ഞാൻ 0 വെച്ച് അല്ലെങ്കിൽ 0 വെച്ചല്ല, ഞാൻ ബ്ലാങ്ക് വെച്ച് റീപ്ലേസ് ചെയ്യും. ഓക്കെ, ഐഡിയ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മേ ബി വിൽ ഡു എ ക്വസ്റ്റ്യൻ. ഒരു എക്സാമ്പിൾ, ഇഫ് ഫോർ എക്സാമ്പിൾ മൈ എക്സ് ഇസ് ഈക്വൽ ടു 5 ആൻഡ് മൈ വൈ ഇസ് ഈക്വൽ ടു 2. ഈ ഒരു കേസ് നിങ്ങൾ ആലോചിക്കാം, റൈറ്റ്? ഓക്കെ, so my x is equal to 5, my y is equal to 2. So how will my input tape be? My input tape will be like this. എനിക്കൊരു ബ്ലാങ്ക് സ്പേസ് കാണും, 1 2 3 4 5. അത് കഴിഞ്ഞ് എൻ്റെ ഫസ്റ്റ് നമ്പറേയും സെക്കൻഡ് നമ്പറേയും സെപ്പറേറ്റ് ചെയ്യുന്നൊരു 0 കാണും, 1 2. അത് കഴിഞ്ഞേച്ച് എനിക്കെൻ്റെ ബ്ലാങ്ക് സിമ്പിളും കാണും. ഓക്കെ, സോ വാട്ട് ആം ഐ ഗോയിങ് ടു ഡു ഹിയർ? ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു 0നെ ഞാൻ 1 വെച്ച് റീപ്ലേസ് ചെയ്ത് ഈ ഒരു സെക്കൻഡ് നമ്പറിൻ്റെ 1നെ ഞാൻ ബ്ലാങ്ക് വെച്ച് റീപ്ലേസ് ചെയ്യാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കൗണ്ട് ചെയ്തേ, 1 2 3 4 5 6 7, റൈറ്റ്? അപ്പം നമ്മളുടെ ഇൻപുട്ട് ടേപ്പിൽ ഫൈനലി ഐ വിൽ ബി ഏബിൾ ടു റിസീവ് മൈ ഔട്ട്പുട്ട്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് മൈ അഡിഷൻ, റൈറ്റ്? ഇനി ഇപ്പം നമുക്കിതിൻ്റെ ഡയഗ്രം വരയ്ക്കാം. ഡയഗ്രം എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക? Q0. അപ്പോൾ Q0യിൽ എനിക്ക് 1's വരുവാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യേണ്ട, എനിക്ക് എൻ്റെ 0നെ മാത്രമാണ് 1 വെച്ച് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം. സോ 1 വന്നു കഴിഞ്ഞാൽ 1 വെച്ച് തന്നെ നമ്മളതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ആൻഡ് മൂവ് ടു ദ റൈറ്റ് until and unless I reach 0. If I'm reaching 0, then I should replace it with 1 and move to my right. And again I'm taking a Q1. Again 1 വരുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ റൈറ്റിലോട്ട് പോവുക. ആൻഡ് ഇഫ് ഐ എം എൻകൗണ്ടറിങ് മൈ എന്താണ് പറയുന്നത് ബ്ലാങ്ക് സിമ്പിൾ, റൈറ്റ്?
ബ്ലാങ്ക് സിമ്പിളിനെ വെച്ച് റീപ്ലേസ് ചെയ്ത് ലെഫ്റ്റിലോട്ട് പോവുക. എന്തിനാണ്? എൻ്റെ സെക്കൻഡ് നമ്പറിൻ്റെ ലാസ്റ്റ് 1 അതിനെ എനിക്ക് റീപ്ലേസ് ചെയ്യണം. എന്തിനെ? ബ്ലാങ്ക് വെച്ചിട്ട്. അപ്പം അതാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സെക്കൻഡ് നമ്പറിൽ 1 ഉണ്ട്. ആ 1നെ ഞാൻ ബ്ലാങ്ക് വെച്ച് റീപ്ലേസ് ചെയ്തു. മൂവ് ടു ദ ലെഫ്റ്റ് ആൻഡ് നൗ. അപ്പോൾ ഇത്രയും കഴിഞ്ഞു. അപ്പം ഇത്രയും ഇനിയിപ്പോൾ എന്ത് വരും? എൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ ആയിരിക്കും വരിക. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോയിൻ്റർ ഫസ്റ്റ് പൊസിഷനിലോട്ട് കൊണ്ടെത്തിക്കണം. സോ Q3 വെച്ചിട്ട് വാട്ട്സ് എവർ 1 ഇസ് കമ്മിങ് 1നെ വെച്ച് തന്നെ റീപ്ലേസ് ചെയ്ത് ലെഫ്റ്റിലോട്ട് പോവുക അൺടിൽ ഐ റീച്ച് മൈ blank symbol and my pointer is again pointing to the first element, right? അപ്പം അങ്ങനെയാണ് നമ്മളൊരു ട്രാൻസ്ഡ്യൂസർ റിലേറ്റഡ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. ഒരു ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീനും നോൺ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീനും തമ്മിൽ ആകെ ഒറ്റ ഒരു വ്യത്യാസമേ ഉള്ളൂ. ആൻഡ് ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ ആ ഡെൽ ഫംഗ്ഷൻ. നമ്മൾ NFA DFA പഠിക്കുന്ന സമയത്തുള്ള സെയിം കാര്യമാണ്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് നമ്മൾ യൂഷ്വലി Q ക്രോസ് T ക്രോസ് L R കൊടുക്കുന്നതിന് പകരം ഹിയർ വി ആർ ഗിവിങ് ദി പവർ സെറ്റ്. ആ ഒരൊറ്റ ഡിഫറൻസ് മാത്രമേ ഇവിടെ ഉള്ളൂ. ദ റെസ്റ്റ് ഓൾ നമ്മുടെ ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ്, ആൽഫബറ്റ്സ്, ടേപ്പ് ആൽഫബറ്റ്സ്, ബ്ലാങ്ക് സിമ്പിൾ, ഇനീഷ്യൽ സ്റ്റേറ്റ്, ഫൈനൽ സ്റ്റേറ്റ് എല്ലാം സെയിം ആണ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് മൾട്ടി ടേപ്പ് ട്യൂറിംഗ് മെഷീനാണ്. മൾട്ടി ടേപ്പ് എന്ന് പറയുമ്പോൾ ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഇസ് ഹാവിങ് മൾട്ടിപ്പിൾ ടേപ്സ് ഇൻ വിച്ച് ഈച്ച് ടേപ്പ് is accessed with a separate head. സോ ഇപ്പോൾ നമുക്കിവിടെ ഡയഗ്രത്തിൽ കാണാം 2 ഡിഫറെൻറ്റ് ഇൻപുട്ട് ടേപ്സ് ഉണ്ടെങ്കിൽ ഇവർക്ക് 2 സെപ്പറേറ്റ് ഹെഡ്സ് വെച്ചിട്ട് നമുക്കിവരെ ട്രാവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ ഹെഡും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് നോട്ട് ഡിപ്പെൻഡൻ്റ് ഓൺ എനി വൺ. സോ ആദ്യമേ നമ്മൾക്കൊരു ഇൻപുട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മെഷീനിലായിരിക്കും നമ്മൾ പോയിന്റ് ചെയ്യുന്നത്. വേർ ഇസ് ദി അതർ ടേപ്സ് വിൽ ബി ലെഫ്റ്റ് ബ്ലാങ്ക്. ഓക്കെ, സോ ഇതിൻ്റെ ഫോർമൽ ഡെഫിനിഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ it's a 6-tuple set where we all know the same things, that is Q, finite set of states, T is the tape alphabets, B is our blank symbol. Allingina namukku represent cheyam. Q0 is my initial state, F is my final state. Now this is my transition function. Ende transition function ivide koduttirikkunnathu enganeyana? Q cross T raised to n. Why is T raised to n? Because n refers to the number of tapes that I have. So what all tape symbols are there, like tape alphabets are there with respect to my different input tapes. അതിനെയാണ് T raised to n നമ്മൾ റെഫർ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ടേപ്പ് സിമ്പിളിനനുസരിച്ച് my left and R also numbers will increase. Maybe let us look into a question to understand how this is happening. If I'm having 2 input tapes, okay, 2 input tape ആണുള്ളത്. ആൻഡ് if I'm having a state Q0 and I've been giving a letter A and E, ഇത് രണ്ടും എൻ്റെ ടേപ്പ് സിമ്പിൾസ് ആണ്. അതുകൊണ്ട് നമ്മൾ T raised to n കൊടുത്തേക്കുന്നത്. അതായത് എൻ്റെ ഫസ്റ്റ് സിമ്പിളും സെക്കൻഡ് സിമ്പിളും. ഇവിടെ ഇപ്പം Q സ്റ്റേറ്റിൽ നിൽക്കുകയാണ്. A സിമ്പിൾ ഉണ്ട്, E സിമ്പിൾ ഉണ്ട്. അപ്പം A അല്ലെങ്കിൽ E വന്നെന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത്? I move to my state Q1 where it is being replaced. A is replaced by X, E is replaced by Y and X moves, അപ്പോൾ അതിൻ്റെ പോയിൻ്റർ ഇറ്റ് മൂവ്സ് ടു ദ ലെഫ്റ്റ് ആൻഡ് ഇതിൻ്റെ പോയിൻ്റർ ഇറ്റ് മൂവ്സ് ടു ദ റൈറ്റ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ എന്ന് പറയുന്നതും എഗെയിൻ റേസ് ടു n എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ മൾട്ടിപ്പിൾ ടേപ്സ് വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. സോ ദിസ് വിൽ ബി ടേപ്പ് 1 ആൻഡ് ദിസ് വിൽ ബി ടേപ്പ് 2. സോ അതിനനുസരിച്ചാണ് നമ്മൾ ട്രാൻസിഷൻ ഫംഗ്ഷനും എഴുതുന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലുക്ക് ഇൻ ടു റിക്കേഴ്സീവ് ആൻഡ് റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജ്. സോ റിക്കേഴ്സീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ട്യൂറിംഗ് ഡിസൈഡബിൾ ലാംഗ്വേജ്, വിച്ച് മീൻസ് ദാറ്റ് എല്ലിലുള്ള എല്ലാ സ്ട്രിങ്സിനെയും അക്സെപ്റ്റ് ചെയ്യുകയും എല്ലിലില്ലാത്ത എല്ലാ സ്ട്രിങ്സിനെയും റിജക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഒരു റിക്കേഴ്സീവ് ലാംഗ്വേജ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ലാംഗ്വേജ് എൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ റിക്കേഴ്സീവ് ലാംഗ്വേജ്. സോ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഹോൾഡ് എവറി ടൈം നമ്മളൊരു ആൻസർ കൊടുക്കുമ്പം ലെറ്റ് ഇറ്റ് ബി എൻ അക്സെപ്റ്റഡ് സ്റ്റേറ്റ് or a rejected state. For each and every input string we will be having an accept or a reject, right? Speaking of recursive enumerable language, അതിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരെന്ന് പറയുന്നത് ട്യൂറിംഗ് റെക്കഗ്നൈസബിൾ ലാംഗ്വേജ് ആണ്. ഇറ്റ് വിൽ നോട്ട് അക്സെപ്റ്റ് ആൻഡ് ഹോൾട്ട് ഫോർ എവറി ഇൻപുട്ട് സ്ട്രിങ്. മനസ്സിലായി? ചില ഇൻപുട്ടിന് അത് ഹോൾട്ട് ചെയ്യാം, ഹോൾട്ട് ചെയ്യാണ്ടിരിക്കാം, ബേസ്ഡ് ഓൺ വെദർ ഇറ്റ്സ് ദെയർ ഇൻ എൽ ഓർ നോട്ട് ദെയർ ഇൻ എൽ. അതായത് റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു വലിയ ഏരിയ ആണെങ്കിൽ അതിൻ്റെ ഒരു സബ്സെറ്റ് മാത്രമാണ് നമ്മളുടെ റിക്കേഴ്സീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പം അതാണ് ഇവർ തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്.
ഇനി നമുക്ക് റിക്കേഴ്സീവ് ലാംഗ്വേജിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. So recursive language, if we are having languages L1 and L2 that are recursive language, L1 union L2 will also be recursive, which means that if my Turing machine will stop for L1, will halt for L1. ഓക്കെ, ഒരു സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്തത് ഹോൾട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ L2വിന് അത് ഹോൾട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. സോ L1 യൂണിയൻ L2വിനും അത് ഹോൾട്ട് ചെയ്യും. അടുത്ത കൺകാറ്റിനേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ L1 L2 റിക്കേഴ്സീവ് ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ L1 ഡോട്ട് L2 എന്ന് പറയുന്നതും റിക്കേഴ്സീവ് ആയിരിക്കും. If L1 is recursive, then L1 star will also be recursive. Hence, it is actually closed under clean closure. Intersection പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ again, if L1 and L2 are two recursive languages, L1 intersection L2 will also be recursive. Complement ആണെന്നുണ്ടെങ്കിലും if L is a recursive language, then L dash will also be recursive. So നമ്മൾ പല പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. സോ എല്ലാം കൂടെ മിക്സപ്പ് ആവാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ. Next, we are going to look into the properties of recursive enumerable language. Recursive enumerable language, if we are taking L1 and L2 as two recursive enumerable languages, then their union will also fall under the same language. Concatenation ആണെന്നുണ്ടെങ്കിലും if I am taking languages L1 and L2, L1 dot L2 will also fall under the same language, right? ഇനി ക്ലീൻ ക്ലോഷർ, നമ്മൾ ആ പറഞ്ഞ സെയിം ഹെഡിങ്സ് തന്നെയാണ് ഒന്നുകൂടെ പറയുന്നത്. ക്ലീൻ ക്ലോഷറിൽ if L1 is recursive enumerable, then L1 star will also be recursive enumerable. Then L1 and L2, if we are having two languages that are recursive enumerable, then അങ്ങനെയാണെന്നുണ്ടെങ്കിൽ L1 intersection L2 will also be recursive enumerable. കോംപ്ലിമെൻറ്റിൻ്റെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ if I'm having a language L that is recursive enumerable language, it is not necessary that my L dash also falls under the same language. So complementary കേസിലും both of the languages differ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് decidability and undecidability ആണ്. What is a decidable language? A decidable language is what? If it is a recursive language, then it's a decidable language. എന്താണൊരു റിക്കേഴ്സീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്? എനിക്കൊരു സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യെസ് എന്നും, എനിക്കൊരു സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നോ എന്നും ആൻസർ തരാൻ പറ്റുന്ന ഒരു ലാംഗ്വേജാണ് റിക്കേഴ്സീവ് ലാംഗ്വേജ്. അത് ഡിസൈഡബിൾ ആണ്. അതായത് നമ്മൾ എന്ത് കൊടുത്താലും നമുക്കറിയാം അതിൻ്റെ ഡിസിഷൻ എന്താണെന്നുള്ളത്. The next type is partially decidable, which means that if like a language L, it is a partially decidable if the language is recursively enumerable language, which means that നമുക്ക് യെസ് ആണോ നോ ആണോ എന്നുള്ള 100% ഒരു ആൻസർ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ആ ഒരു കേസിൽ അത് പാർഷ്യലി ഡിസൈഡബിൾ ആണ്. ഡിസൈഡ് ചെയ്യാൻ പറ്റുമായിരിക്കാം, പറ്റത്തില്ലായിരിക്കാം, പക്ഷെ അതിനൊരു 100% ഷുവറിറ്റി നമ്മൾ പറയുന്നില്ല. Whereas undecidable language is something that can't be decided. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്യൂറിംഗ് മെഷീനാൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റാത്ത ലാംഗ്വേജിനെ, ഇപ്പോൾ പാർഷ്യലി പോലും ഡിസൈഡ് ചെയ്യാൻ പറ്റാത്ത ലാംഗ്വേജിനെ അൺഡിസൈഡബിൾ ലാംഗ്വേജ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കും. Next, we are going to look into the universal Turing machine. A Turing machine is said to be universal if it can accept an input data as well as if it can accept a description for computing. So ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ we can classify a Turing machine as a universal Turing machine. ഇതിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഒരു ജനറൽ പർപ്പസ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആയിട്ടാണ്. അതായത് if we are writing a program in a high level language, അതിൽ നിന്നും ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറിൽ നിന്നും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനും ആ ഒരു വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് നമ്മളുടെ ഔട്ട്പുട്ട് കിട്ടാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒരു ജനറൽ പർപ്പസ് ഡിജിറ്റൽ കമ്പ്യൂട്ടറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഇൻപുട്ട് പോകുന്നത് എന്താണ്? ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ട്യൂറിംഗ് മെഷീൻ ആസ് വെൽ ആസ് ദി ഇൻപുട്ട്.
സോ ഇവിടെ നമ്മൾ പറയുമ്പോഴത്തേനും ഇറ്റ് ഈസ് യൂണിവേഴ്സൽ ബിക്കോസ് വാട്ട്സ് എവർ പ്രോബ്ലം ദാറ്റ് വി ആർ ഗിവിങ് അണ്ടർ എ ട്യൂറിംഗ് മെഷീൻ യു ക്യാൻ സോൾവ് ഇറ്റ് ഡയറക്ട്ലി ഓർ എൽസ് യു ക്യാൻ ഗെറ്റ് എൻ ഔട്ട്പുട്ട് ഡയറക്ട്ലി ഫ്രം വാട്ട് വി ആർ ബീൻ പ്രൊവൈഡിങ് ഇൻ ദി ഇൻപുട്ട്. അപ്പം അത്രയൊക്കെ തന്നെയാണ് യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീനെ പറ്റി നമുക്ക് പറയാനായിട്ടുള്ളത്. സോ ഈ ഒരു ചെറിയ കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എലാബറേറ്റ് ആയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക.